ഞാൻ ഹാപ്പി ജയരാജ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്ക്, അപ്പോൾ 1-ാം തീയതി കഴിഞ്ഞു. അപ്പോൾ 1-ാം തീയതിക്ക് മുന്നേ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ പാലക്കാടാണ്, ഇവിടെ മഴയൊന്നുമില്ല. ഇപ്പോൾ അത് ഇന്ന് 2-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഈ അന്തരീക്ഷം നോക്കി, നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേയിലത്തെ ടെൻഷനൊന്നും നമുക്ക് ഇപ്പോൾ പേരൻസിനില്ല. പേരൻസിന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛനും അമ്മേനെയും മാത്രമല്ല. അതായത് ചില കുട്ടികൾക്ക് അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല. അപ്പോൾ ആരാണ് ഈ കുട്ടീനെ ഏറ്റെടുത്ത് വളർത്തണമെന്ന് വെച്ചാൽ അവരെയും കൂടി ഉൾപ്പെടുത്തിയും കൊണ്ടാണ് ഞാൻ പറയുന്നത് പേരൻസ് എന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഡേ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് സർക്കാർ കുറേ ആക്ടിവിറ്റീസൊക്കെ, ആന, കൊട്ട്, മേളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികളാണ്. പണ്ടൊക്കെ കരച്ചിൽ പ്രതീക്ഷിച്ചിട്ടാണ് പേരൻസ് കൊണ്ടുപോകുന്നത്. പിന്നെ വടി പിടിച്ച് വലിച്ചൊക്കെയാണ് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുക. നമ്മൾ ആ കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഓടിച്ചാടിയൊക്കെ സ്കൂളിലേക്ക് പോവുക. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോവണ്ട, നമ്മൾ കുട്ടീനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അടിക്കാതെ, ഒരു വടി പോലും എടുക്കാതെ നമുക്ക് കാര്യങ്ങൾ ശരിക്കും നേരായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ കുട്ടി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൽ മുന്നേ തന്നെ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അതായത് ഇപ്പോൾ pre-KG നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് വല്ലാതെ LKG ചെല്ലുമ്പോൾ വല്ലാതെ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അംഗൻവാടിയിലും കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ആൽഫബറ്റ്സ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അത് കുട്ടി ഇരിക്കില്ല, പിടിച്ച്. അപ്പോൾ പലരും പറയും, എങ്ങനെ നീ ഇതിനെ പഠിപ്പിക്കാൻ പോണത്, ഇതിനെങ്ങനെ കിട്ടാനാ, എങ്ങനെ പഠിപ്പിക്കാനാന്നൊക്കെയുള്ള പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ ആ അവസരത്തിലൊക്കെ ഞാൻ റിവേഴ്സായിട്ടാണ് ചിന്തിച്ചിരുന്നത്. അതായത് കുട്ടീനെ പഠിപ്പിക്കുന്നത് എങ്ങനെ അവരുടെ ടെൻഷൻ ഒഴിവാക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം അത് തന്നെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടി വരുമ്പോഴേക്കും എല്ലാ ജോലി തിരക്കുകളും മാറ്റി വയ്ക്കുക, എല്ലാം നമ്മൾ തീർത്ത് വയ്ക്കുക. എന്ത് പലതരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ള സമയം കണ്ടെത്താനാവില്ല. പക്ഷേ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കുട്ടീനെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കുട്ടിയുടെ ബുക്ക് എല്ലാ ദിവസവും പാരൻസ് കണ്ടിരിക്കണം. അതായത് എന്താണ് സ്കൂളിൽ നടന്നതെന്നും എന്താണ് കാര്യങ്ങളെന്നും പാരൻസ് അറിഞ്ഞിരിക്കണം. സെക്കൻഡത്തെ കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ടീച്ചറായിട്ട് ഒരു ബന്ധം എപ്പോഴും വേണം, ക്ലാസ് ടീച്ചറായിട്ട്. അതായത് സ്കൂളിലത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് സ്കൂൾ വിസിറ്റ് ചെയ്യണമെന്ന് അത് നിർബന്ധമാണ്. അപ്പോൾ അതൊന്ന്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടീനെ പഠിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. അതായത് വടി എടുത്ത് വെച്ചിട്ട്, നീ ഇതുവരെ നടന്ന പോലെയല്ല, ഇങ്ങോട്ട് വായോ, ഇന്നത്തോട്ട് പഠിക്കാനുണ്ട് കുറേ, അത് പഠിക്കണം. കുട്ടി ആകെ എന്താണെന്ന് പറയുക, ഒരു പകച്ച പോലെയാണ്. എന്താണ്, ഞാനിപ്പോൾ ഒരു വേറെ ലോകത്തേക്ക് പോവാണ്, അപ്പോൾ എനിക്ക് കളിക്കണം. എന്നുവെച്ചാൽ ആ സമയത്ത് കുട്ടിക്ക് കളിച്ച് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ കളിച്ച് തന്നെ അവർ നടക്കട്ടെ, ആ രീതിയിൽ തന്നെ വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടി ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കാനിരിക്കേണ്ട ആ രീതികളെക്കുറിച്ചാണ് ഞാൻ പറയണത്. ABCD. അപ്പോൾ ABCD നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ്, ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മ്യൂസിക് പോലെ നമ്മൾ പഠിപ്പിക്കുക. അതായത് ABCDEFG HIJK LMNP QRST UVW XYZ. അത് നമ്മൾ ആദ്യം ഇങ്ങനെ വെറുതെ ചൊല്ലുക. അപ്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കുട്ടി ഓടിക്കളിക്കുമ്പോഴാവട്ടെ അപ്പോഴും അതിൽ സ്റ്റെപ്പ് കയറുമ്പോഴും നമ്മൾ ABCD അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറുക, അതുപോലെ റിവേഴ്സ് ഇറങ്ങുക. അത് വെച്ച് അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അയ്യോ മറന്നുപോയി, ഇനി എന്താണെന്നോ എനിക്ക് ഓർമ്മയില്ലല്ലോ, ഇനി എന്താ ചെയ്യുക, അങ്ങനെ. അതല്ലെന്നുണ്ടെങ്കിൽ ബുക്കിൽ എഴുതിയിട്ട് നമ്മൾ
അമ്മ ഇത് പഠിക്കാൻ പോവാട്ടാ, അമ്മയ്ക്കും പഠിക്കണം മോളുടെ കൂടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ, അല്ലെങ്കിൽ അച്ഛനും പഠിക്കണം ഇത് എന്ന് പറഞ്ഞിട്ട് അച്ഛനായാലും അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് കിട്ടുമെന്ന് നോക്കട്ടെ, അപ്പോൾ കാണാണ്ട് ചൊല്ലി നോക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അയ്യോ എന്ന് പറഞ്ഞാൽ മോളൊന്ന് പഠിപ്പിച്ചു തന്നെ, മോള് എന്ത് വേഗം പഠിക്കുന്നത്, അമ്മയ്ക്ക് അത്രയും വേഗമൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, മോളൊന്നും അങ്ങനെ പഠിപ്പിച്ചു തരുമോ അമ്മയ്ക്ക്. അപ്പോൾ കുട്ടി അത് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പം നമ്മളിങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആവും. അങ്ങനെ കുട്ടി അത് തനിയെ പഠിച്ചു പോകും. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ ഇപ്പോൾ കുളിപ്പിക്കുകയായാലും തോർത്തുമ്പോഴായാലും നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ ടൈമിൽ അങ്ങനെ ഒരു കളിയോട് കൂടിയിട്ട് വേണം കുട്ടീനെ പഠിപ്പിക്കാനായിട്ട്. അതല്ലാതെ അവരെ പഠിപ്പിക്കുമെന്നുള്ളൊരു ചിന്ത അവരെ വരരുത്. കളിയോട് കൂടിയിട്ട് ആ കളിയിൽ അങ്ങോട്ട് ലയിച്ച് അങ്ങനെ മാറണം, അതാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുറിയിൽ കുറച്ച് ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തൂക്കിയിടാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊരു എക്സാം വയ്ക്കുന്ന പോലെ തന്നെ ചെയ്യുക. അതായത് ഇതെന്താണെന്ന് പറയുക, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അത് നമ്മൾ കുട്ടിയാവുക, കുട്ടി ടീച്ചറാവുക. അങ്ങനത്തെ രീതിയിൽ അവർക്ക് ആദ്യം കാണുമ്പോൾ ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക ടീച്ചറെ പഠിപ്പിക്കുന്ന മെത്തേഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സാരി ഒരു തോർത്തുമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് സാരി പോലെ ചുറ്റി വാനിറ്റി ബാഗൊക്കെ തോളിലിട്ടിട്ട് ടീച്ചറാവണ ഒരു രീതി നമ്മൾ പല കുട്ടികളിലും കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതി അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് ടീച്ചറായേ എന്ന് പറയാം. അപ്പോൾ ടീച്ചറാവും, എന്നിട്ട് എന്നെ ഒന്ന് പഠിപ്പിച്ച് സ്കൂളിൽ എങ്ങനെ ടീച്ചർ പഠിപ്പിച്ചതെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ച് തരുമോ. അപ്പോൾ കുട്ടി എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇന്ന് പഠിപ്പിച്ചതെന്ന് നമ്മളുടെ ഉള്ളിൽ വേണം. അതായിരിക്കണം അവിടെ അന്ന് ഇത് പഠിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ച് തരേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് A4 ആപ്പിൾ, APPLE ആപ്പിൾ ഇങ്ങനെ കുട്ടി പഠിപ്പിച്ച് തരും, ഇങ്ങനെ കാണിച്ച്. അപ്പോൾ നമ്മൾ ചൊല്ലാം. അങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ഓരോ ആൽഫബറ്റ്സും അവരുടെ മനസ്സിൽ പതിയേണ്ട രീതിയിൽ നമ്മൾ ഓരോ പിക്ചറും നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഇതാക്കുക. അതേപോലെ നടക്കാൻ പോകുമ്പോഴായാലും സൈക്കിൾ ചവിട്ടുമ്പോഴായാലും ഇങ്ങനത്തെ രീതികളിൽ വേണം നമ്മൾ കൂടെ നിന്നിട്ട് ചെയ്യാൻ. അല്ലാതെ ഒരു മേശയും ബുക്കും ഒക്കെ വെച്ച് കുട്ടീനെ ഓപ്പോസിറ്റ് സൈഡിലെത്തി നമ്മളൊരു വടിയും വെച്ചിരുന്നു ഇത് പഠിക്കുക കിട്ടണില്ല അപ്പോൾ ഒരടി കൊടുത്തു, അതങ്ങനെ ആ രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി ഒരു വാശി, ഒരു ദേഷ്യം അങ്ങനെയുള്ള രീതിയിലേക്ക് ഈ കുട്ടി മാറും. അങ്ങനത്തെ രീതിയിലേക്ക് നമ്മളെ കുട്ടികളെ മാറ്റരുത്. നമ്മൾ ഈ രീതിയിലൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടി വളരെ വേഗം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഇവർക്ക് പറ്റും. അതേപോലെ തന്നെ സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോഴായാലും അവർക്ക് എപ്പോഴും എൻ്റെ കൂടെ അമ്മയുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ അച്ഛനുണ്ടെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അതല്ല വേറൊരു രീതിയിൽ ഇപ്പോൾ കുട്ടീനെ അന്വേഷിക്കുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ ടീച്ചറേയും തല്ല് കിട്ടണം, വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടണം, ആ കുട്ടി ആകെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലേക്ക് മാറാതെ കുട്ടീനെ വളരെ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ വളരെ നല്ല മിടുക്കത്തികളായിട്ടൊക്കെ മാറും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേരൻസൊക്കെ കുറേ പേരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടീച്ചേഴ്സാണെങ്കിൽ ആ ടീച്ചേഴ്സും അതുപോലെ തന്നെ പേരൻസിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ, സീ യു.